സ്വാതി രാജീവാണ് ഇന്ന് എനിക്കൊപ്പം കാലാവസ്ഥാ വിശേഷങ്ങളുമായിട്ടുള്ളത്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? അതെ സേതു, ഇന്നിപ്പോൾ എന്തായാലും സേതു സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വലിയ തരത്തിലുള്ള മഴ ഉണ്ട്. അപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് മഴയ്ക്ക് നേരിയ കുറവുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് വടക്കൻ കേരള തീരം മുതൽ വടക്കൻ കൊങ്കൺ തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തിയെല്ലാം രൂപപ്പെട്ടിട്ടുണ്ട്. ജാർഖണ്ഡിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിൽ വലിയ തരത്തിലുള്ള അതിതീവ്ര മഴ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പോലെയുള്ള അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. മാപ്പ് പരിശോധിക്കുകയാണെങ്കിൽ മഞ്ഞ നിറമാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ആ രീതിയിലുള്ള നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ബാക്കി എല്ലായിടത്തും യെല്ലോ അലേർട്ടാണ്. ഈ 3 സ്ഥലങ്ങളിൽ മാത്രമാണ് തീരെ മഴയില്ല എന്നുള്ള ഗ്രീൻ അലേർട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുൻകരുതലോടുകൂടി വേണം, കുടയൊക്കെ കരുതി അത്രമാത്രം സാധ്യതകളോടുകൂടി വേണം പുറത്തേക്ക് ഇറങ്ങാൻ. പക്ഷേ അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകില്ല, ഒറ്റപ്പെട്ട മഴയാണ് ഉണ്ടാകുക എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അടുത്ത 5 ദിവസം കൂടി കാറ്റോടുകൂടിയ ശക്തമായ മഴ ഈ രീതിയിൽ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം കടൽ പ്രക്ഷുബ്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ ആരും ഈ മഴ കുറഞ്ഞു എന്ന് കരുതി കടൽ തീരങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ശ്രമിക്കരുത്. അത്തരത്തിൽ അതിരൂക്ഷമായിട്ടുള്ള തിരമാലകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രതയോടുകൂടി തന്നെ കഴിയണം എന്നുള്ളതാണ്. ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നാലെ ഇനിയും ഏതെങ്കിലും രീതിയിൽ വീണ്ടും ഇത് മാറാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട് ഈ മഴ മുന്നറിയിപ്പുകൾ എന്നുള്ളതാണ് ഈ സമയം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സേതു, ശരി സ്വാതി. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥാ വിശേഷങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമുക്ക്